ഹലോ ഡിയർ സ്റ്റുഡൻസ്, കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ഫാസിനേറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ കോഴ്സ് ഫ്രീ ആണോ? ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ കോഴ്സ് ഫ്രീ ആണോ? ഫ്രീ എന്ന് പറയുന്ന വാക്ക് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പലതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലെ? ഈ ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസിനെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ലൈവ് ക്ലാസ്സസ്, അതിൻ്റെ കൂടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആൻഡ് അതിൻ്റെ കൂടെ ലെക്ചർ നോട്ട്സ് നിങ്ങൾ തരുന്നത് ഒരു വളരെയധികം എക്സ്പെൻസ് ഉള്ള ഒരു പരിപാടിയാണ്. ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി യൂട്യൂബിലേക്ക് ലൈവ് വരുമ്പോഴും, അതായത് നമ്മൾ ആക്ച്വലി S3യിൽ 16 ബ്രാഞ്ചസിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ S1ൽ എല്ലാ ബ്രാഞ്ചസിനും ക്ലാസ് കൊടുക്കുന്നുണ്ട്. KTUവിലെ എല്ലാ ബ്രാഞ്ചസിനും ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ചില സബ്ജക്ട്സ് നമ്മൾ ആക്ച്വലി ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി, അതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം. ഓക്കെ, പണ്ട് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ആക്ച്വലി ഞാൻ സെമസ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മുടെ ഓഫീസിലെ ഒരു ഷെൽഫാണ്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ S5 ടൈമിൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിച്ച തെർമൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് കുറച്ചധികമാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഉണ്ട്. ഓക്കെ, എന്തായാലും ചെറിയ ഒരു എമൗണ്ട് അല്ല. ഓക്കെ, യെസ്, 795. ഓക്കെ, നിങ്ങൾ കാണാം. ഓക്കെ, 795 റുപ്പീസ് ആണ് ഈ ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗിന്റെ ഈ ഒരു ബുക്ക് 795 റുപ്പീസിന് ഞാൻ വാങ്ങി പഠിച്ചതാണ്. ഇത് മാത്രമല്ല, ഇവിടെയുള്ള ബുക്സ് ഒക്കെ വെറുതെ കിട്ടിയതല്ല. ഈ ബുക്സ് ഒക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച് പഠിച്ചതാണ്. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുകയെ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് അവർ അതിന്റെ ബാക്കിൽ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് എത്ര വലുതായിരിക്കുന്നു. ഓൾറെഡി അറിയാം, B.Tech M.Tech PhD ഒക്കെ കഴിഞ്ഞ് 10, 15, 20 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേരള ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയധികം ഫെസിലിറ്റീസോടുകൂടി നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ കഴിയും, ഇത് ഫ്രീ ആയി തരാമോ എന്ന്? അത് മാത്രമല്ല, ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കേ, നിങ്ങളൊരു മാർക്കറ്റിൽ പോയി ഒരു ക്യാബേജ് വാങ്ങിച്ചു. ഈ ക്യാബേജ് നിങ്ങൾ ഫ്രീ ആയി തരുമോ എന്ന് ചോദിക്കില്ല. ആരെങ്കിലും ചോദിക്കുമോ? മാർക്കറ്റിൽ ചെന്നിട്ട് ക്യാബേജ് ഫ്രീ ആയി തരുമോ എന്ന് ചോദിക്കുമോ? ഒരിക്കലും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ക്യാബേജ് എന്ന് പറയുന്നത് ഫ്രീ ആയി തരില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ക്യാബേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണമാണ്. എഡ്യൂക്കേഷൻ മാത്രം നിങ്ങൾ എങ്ങനെ ഫ്രീ ആയിട്ട് ചോദിക്കും? ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, B.Tech കഴിഞ്ഞു, നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി, നിങ്ങളോട് പറയുവാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് പണിയെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണിയെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഒരിക്കലില്ല. ബിക്കോസ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട് എല്ലാം കൊടുക്കുന്നു. അതിനുള്ള ഒരു ചാർജാണ് കമ്പനീസ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്, അല്ലേ? സോ ഫ്രീ എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് അത് ചെറിയൊരു വാക്കല്ല. വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന സമയത്ത് അതിന് അതിൻ്റെതായ ഒരു എക്സ്പെൻസ് ഉണ്ട്. സോ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് തരാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കും. അത് മാത്രമല്ല, പണ്ട് ഞാൻ B.Tech പഠിച്ച സമയത്ത് ഞാൻ പണ്ട് മാത്സിന് ട്യൂഷൻ പോയിട്ടുണ്ട്. 3500 മുതൽ 4000 രൂപ വരെയാണ് ആ സബ്ജക്റ്റിന് ഞാൻ ട്യൂഷന് പോയത്, എൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓഫ്ലൈനിൽ മൊഡ്യൂളിന് 1000 രൂപ പ്ലസ് 1000 റുപ്പീസ് പ്ലസ് ഫീസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കംഫേർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് തരുന്നത്, അതും ടോപ്പ് ക്വാളിറ്റിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് വെറും 4999 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ ഫുള്ളും കിട്ടുന്നത്. പണ്ട് ഞാൻ ഒരു സബ്ജക്റ്റിന് പോയിരുന്നു ആ 1 രൂപ കൊടുത്ത്. ഇനി അത് മാത്രമല്ല, ഇനി S3യുടെ കേസ് ആണെങ്കിൽ 5599 റുപ്പീസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ചിന്തിക്കും മക്കളെ, ഇതൊരു അഫോർഡബിൾ പ്രൈസ് ആണ്. ചീപ്പ് പ്രൈസ് ആണ് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊരു അഫോർഡബിൾ പ്രൈസ് ആണ്. ഒരു ക്വാളിറ്റി പ്രോഡക്റ്റിനുള്ള ഒരു അഫോർഡബിൾ പ്രൈസ്. ജസ്റ്റ് തിങ്ക് ബിഫോർ യു സ്പീക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.